രാത്രി ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഇവളുടെ ഓഫീസിലുള്ള ഒരുത്തിയായിട്ട് അവർ മഫ്തയൊക്കെ ഇട്ടിട്ടുണ്ട്, മീൻസ് മുസ്ലിം കാസ്റ്റാണ്, അതെനിക്കറിയാം. അപ്പം ഭയങ്കര ചിരിയും കളി. അപ്പോൾ അവളിങ്ങനെ ഒരിക്കലും എന്നോട് വിളിച്ച് പരദൂഷണം പറയുന്ന ഒരു വ്യക്തിയല്ല. പുള്ളി ഒരു നിയമത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് നീ എവിടാ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലാണ്. നിന്റെ ഹസ്ബൻഡ് ഒരാളുമായിട്ടിരുന്ന് രാത്രി 9:30 മദ്രാസ് കഫേ എന്നങ്ങാണ്ട് അതിൻ്റെ പേര്, ഏതൊരു റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, അവിടെ വന്നിരുന്ന് ഇങ്ങനെ കൊഞ്ചിക്കൊഴേണ്ട കാര്യം. ഞാൻ പറഞ്ഞിട്ട് കൊഞ്ചിക്കൊഴയുന്നു അടി. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എതിർത്തടി ആ കൊച്ചിൻ്റെ ജീവിതം ഒന്നാമത്തെ പ്രശ്നങ്ങളിലൊക്കെയാണ്, ഒന്ന് റെഡിയായി വരുന്നത്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വീക്ഷിച്ചപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, എടി നീ വിളിച്ചോ, ഇത് പ്രശ്നമാണ്, കാരണം അത് ശരിയല്ല, അവരിരുന്ന സംസാരങ്ങളും കാര്യങ്ങളും രീതിയും ശരിയല്ല, അപ്പോൾ അവളോടൊന്ന് ശ്രദ്ധിച്ചോളാൻ പറ എന്ന് പറയാൻ പറഞ്ഞു. പുള്ളി അങ്ങനെ പരദൂഷണം പറയുന്നൊരു വ്യക്തിയല്ല, എനിക്കറിയാം. ഉണ്ടെങ്കിൽ പോലും പുള്ളി മറച്ചു വെച്ചാൽ പറയത്തുള്ളൂ, ലൈഫ് നല്ല രീതിയിൽ പോയിക്കോട്ടെ എന്ന് ഓർത്ത്. ഞാനത് വിട്ടു. ഞാനത് ചോദിച്ചപ്പോൾ ഇയാൾ എന്നോട് കള്ളം പറഞ്ഞു. ഇയാൾ പറയുന്നത് ഇയാൾക്ക് എല്ലാവരും പൈസ കടം കൊടുക്കും, സ്വർണം കൊടുത്ത് സഹായിക്കും, ഇയാളുടെ സംഘടന. ഈ ലോകത്ത് ഏത് പെണ്ണാണ് സ്വർണം കൊടുത്ത് ഇവനെ സഹായിക്കണ മനസ്സുള്ളവർക്ക്? ഒന്നെങ്കിൽ ഇവൻ എന്തെങ്കിലും അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും. അല്ലാതെ ഒരാൾക്ക് ഇന്ന് പൈസ കൊടുക്കില്ല, അന്യ ആൾക്കാർക്ക് ഇവന് പൈസ കൊടുത്ത് സഹായിക്കുന്നതാണ് ഇവൻ പറയുന്നത്. ശരി, ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു വർഷങ്ങൾക്കിപ്പുറം അതിനൊരു കള്ളമായി അയാൾ എന്നോട് പറഞ്ഞത്, കുറേ ന്യായക്കഥകൾ. അതിനുശേഷം എന്നെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞു. ഞാനൊരു പൊട്ടിക്കളി, ഞാനത് വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു 2023 ഡിസംബറിൽ ഇവർ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കഫേ പോലെ മിൽമയുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്ത് ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഒരു പിന്നെ ചായക്കട സെറ്റപ്പ് പോലെ മിൽമ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്ഥലത്തായിരുന്നു ഇത് ചെയ്തത്. എന്നിട്ട് ഇവർ ചേട്ടനും അനിയനും കൂടെ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടായിരുന്നു കൊറോണ ടൈമിൽ. ആ ഓഫീസിൽ കമ്മ്യൂണിറ്റി കിച്ചണും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് അവിടുന്ന് ഗവൺമെന്റിന്റെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് മിൽമ വണ്ടിക്കകത്ത് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നു. ഈ പുള്ളിക്കാരൻ ഭർത്താവ് അവിടെ ജോലിയിലിരിക്കെ മിൽമ വണ്ടിയിൽ നിന്ന്, മിൽമ ഇവരുടെ വണ്ടിയാ, ഇവരുടെ വണ്ടിയോട്, മിൽമ വണ്ടിയല്ല, മിൽമ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഇയാളുടെ അനിയൻ തുടങ്ങിയത്. എന്താ മോഷ്ടിച്ചത്? അവിടുന്ന് മോഷ്ടിച്ച കാര്യം പറയാം, അവിടുത്തെ മറ്റേ ഉരുളിയും കിണ്ടിയും മറ്റേ സാധനം, അതൊരു അടുക്കളയ്ക്കല്ല, ഒരു ചായക്കടയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. അതടുത്ത് CCTV പതിഞ്ഞു. DPM പിടിച്ചു. അയാൾ നന്നായിട്ട് അയാളൊന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനപ്പോൾ ഇയാൾ എന്തോ പ്രശ്നം ഉണ്ടാക്കാനാ. ഇയാള് എന്റെ മുമ്പിൽ കുടിച്ചു വന്നിട്ടില്ല, പക്ഷെ ഇയാൾ നന്നായിട്ട് മദ്യപിക്കുമെന്ന് ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോലി ഉണ്ടായിരുന്ന സമയത്ത് കുടിച്ചു. ഇയാളെ വളർത്തിയ രീതി അങ്ങനെ, കാരണം അവിടുത്തെ അച്ഛനോടൊന്നും അവിടുത്തെ അമ്മ പറയത്തില്ലായിരുന്നു. 2 ആമക്കളെ തോന്നിയ പോലെ വിട്ട ഒരു സ്ത്രീയാണ്.